ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെം അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റിലെ ഫണ്ട് ഫ്ലോ അനാലിസിസ് എന്ന് പറഞ്ഞ ചാപ്റ്ററായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോസിലായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഫണ്ട് ഫ്ലോ അനാലിസിസിൽ എന്താ പറയുന്നത് വെച്ചാൽ പ്രിപ്പറേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ്. ഓക്കെ, അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ 3 സ്റ്റേജസാണ് വരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, സെക്കൻഡ് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ആൻഡ് ഫൈനലി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിവേ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും പറഞ്ഞാൽ മതി, ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് അത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അതിൽ എനിക്കെന്തോ ഐ തിങ്ക് ഇപ്പോൾ നോക്കുമ്പോൾ എനിക്ക് അത്ര അങ്ങ് ക്ലിയർ ആയ പോലെ തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഇപ്പം ഞാനത് ചെയ്ത രീതിയിലാണ് കൂട്ടിയിട്ടുള്ളത്. നിങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിലും പറയുകയാണെങ്കിൽ ഞാനതൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ഈ വീഡിയോ ഇപ്പോൾ ഓൾറെഡി ചെയ്ത വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഈ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ മാത്രം. ഓക്കെ, പറയണമെന്നില്ല, കാരണം ഈ ഒരു പ്രിപ്പറേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിൽ ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നതാണ് എന്ത്, ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ ഈ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ അതുപോലെ തന്നെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ ഈ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്നുകൂടെ പറയണമെന്ന്, അറ്റ്ലീസ്റ്റ് അത് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. എനിവേ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതായിരുന്നു സെക്കൻഡ് സ്റ്റേജ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓൾറെഡി നമുക്ക് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുണ്ട്, പക്ഷേ നമുക്കിതിൽ മെയിനായിട്ട് വരുന്നത് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഐ എം റിയലി സോറി, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഓക്കെ, പിന്നെ തേർഡാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഇതിൻ്റെ ഫോർമാറ്റ് ഞാൻ താഴെയായിട്ട് കൊടുക്കാം, ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടല്ലോ, അതായത് നെറ്റ് പ്രോഫിറ്റൊക്കെ കിട്ടുന്ന ബാലൻസ് ഷീറ്റിന് തൊട്ട് മുന്നേ ആ ഒരു അതുപോലെ തന്നെയാണ് ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, അതായത് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഡെബിറ്റ് സൈഡും ഉണ്ട് ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഇത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ, പ്രിപ്പറേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ്, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പാണ് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇത് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് സൈഡ് ഡെബിറ്റ് സൈഡ്, രണ്ടാമത്തത് ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, ഈ ഫസ്റ്റ് സൈഡിൽ നമ്മൾ എക്സ്പെൻസുകൾ അല്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന ലോസുകൾ ഒക്കെ എഴുതേണ്ട സൈഡാണിത്, ഈ ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് സൈഡ് ആണെങ്കിലോ ഇൻകം അല്ലെങ്കിൽ ഗെയിന്, നമുക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടായാൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഗെയിൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഒരു ഫിക്സഡ് അസറ്റ് വിറ്റപ്പോൾ 50,000 രൂപയുടെ സ്വത്ത് നമ്മൾ 60,000 രൂപയ്ക്ക് വിറ്റപ്പോൾ നമുക്ക് 10,000 രൂപ പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഉണ്ടായല്ലോ, അതാണ് ഈ ഇൻകം ഫ്രം ഗെയിൻസ് എന്ന് അവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ വരുന്ന ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഡെബിറ്റ് സൈഡ് നോക്കാം. ഓക്കെ, ഡെബിറ്റ് സൈഡിൽ ഫസ്റ്റ് പറയുന്നതാണ് ടു ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ ഫിക്സഡ് അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ, അതായത് മേ ബി ക്വസ്റ്റ്യൻ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റ്, ക്വസ്റ്റ്യൻ തരുന്നത് ഒരു ബാലൻസ് ഷീറ്റ് ആയിരിക്കുമല്ലോ, അപ്പോൾ ബാലൻസ് ഷീറ്റിൽ തന്നെ ഓൾറെഡി മേ ബി തന്നിട്ടുണ്ടായിരിക്കും ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പിന്നെ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അതും ഇതുപോലെ തന്നെ മേ ബി ക്വസ്റ്റ്യൻ ബാലൻസ് ഷീറ്റിൽ ഓൾറെഡി തന്നിട്ടുണ്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഉണ്ടായിരിക്കും. പിന്നെ പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ്, പിന്നെ ഗുഡ് വിൽ പാറ്റേൺസ് റിട്ടേൺ ഓഫ്. ഓക്കെ, പിന്നെ പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, അതായത് ഷെയറുകളോ ഡിബഞ്ചേഴ്സോ ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നമുക്കവിടെ ലോസ് ആണ് സംഭവിക്കുക. അതായത് 10 രൂപയുടെ ഷെയർ 5 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്താൽ 5 രൂപ നമുക്കവിടെ ലോസ് അല്ലേ, അതാണ് പറഞ്ഞത്. ഓക്കെ, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, അതായത് 50,000 രൂപയുടെ ഒരു ഫിക്സഡ് അസറ്റ് 30,000 രൂപയ്ക്ക് വിറ്റാൽ 20,000 രൂപയുടെ ലോസ് അല്ലേ, അതാണ് അത് പറയുന്നത്. പിന്നെ ട്രാൻസ്ഫർ റിസർവ് എന്ന് പറയുമ്പോൾ ജനറൽ റിസർവ് ഉൾപ്പെടും കേട്ടോ. പിന്നെ ഡിവിഡൻറ്റ് പെയ്ഡ്, പിന്നെ ക്ലോസിംഗ് ബാലൻസ്. ഓക്കെ, ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുമ്പോൾ മേ ബി ഡയറക്റ്റായിട്ട് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തരും. ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ഒരു ബാലൻസ് ഷീറ്റ് ആയിരിക്കുമല്ലോ, അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലുണ്ടായിരിക്കും എന്ത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓപ്പണിംഗത്തെ ബാലൻസ് ഷീറ്റ്, ഓപ്പണിംഗ് എമൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ 2020-21 ആണെങ്കിൽ 2020
ഓപ്പണിങ്ങും ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 2020-21 ആണെങ്കിൽ 20 ഓപ്പണിങ്ങും 21 ക്ലോസിങ്ങും ആയിരിക്കും. ഓക്കെ, അതാണത് പറയുന്നത്. പിന്നെ ഈ ഓപ്പണിങ്ങും ക്ലോസിങ്ങും മേ ബി തരാണ്ടിരിക്കാം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അങ്ങനെ നിർബന്ധം, അതായത് കമ്പൽസറി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, നോട്ട് കമ്പൽസറി ആണ്. സോ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ റീറ്റെയിൻഡ് ഏണിങ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ റീറ്റെയിൻഡ് ഏണിങ്സ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും, ഇനിയല്ല ഓപ്പണിങ് മാത്രമാണ് അല്ല ക്ലോസിങ് മാത്രമാണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. അതായത് റീറ്റെയിൻഡ് ഏണിങ്സ് ഓപ്പണിംഗ് ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറയുമ്പോൾ റീറ്റെയിൻഡ് ഏണിങ്സിൻ്റെ ഓപ്പണിംഗ് എമൗണ്ട്, അതായത് ഇപ്പോൾ 2020-21 അല്ലേ, 2020 എമൗണ്ട് ഓപ്പണിംഗ് ആയിട്ടും 2021 എമൗണ്ട് ക്ലോസിംഗ് ആയിട്ടും നമുക്ക് ഇവിടെയും കൊടുക്കാം. ഓക്കെ, അതാണ് അത് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് ക്രെഡിറ്റ് സൈഡ് നോക്കാം, ഇൻകം ഓർ ഗെയിൻസ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ടായിരിക്കും. പിന്നെ ഡിവിഡൻറ്റ് റിസീവ്ഡ്, നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയാണ് ഡിവിഡൻറ്റ്. പിന്നെ ഇൻകം ഫ്രം സബ്സിഡിയറി, പിന്നെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, അതായത് 50,000 രൂപയുടെ സാധനം 1,00,000 രൂപയ്ക്ക് വിറ്റാൽ നമുക്ക് അവിടെ 50,000 രൂപ എന്താണ്, പ്രോഫിറ്റാണ്. പിന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഓഫ് റെൻറ്റ് റിസീവ്ഡ്, ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ്. ഈ ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ ബാലൻസിങ് ഫിഗറാണ്. അതായത് ഓഫ് കോഴ്സ് എക്സ്പെൻസ് ആയിരിക്കും കൂടുതലുണ്ടായിരിക്കുക, എക്സ്പെൻസ് കൂടുതലും ഇൻകം കുറവുമായിരിക്കും. അപ്പോൾ ഈ എക്സ്പെൻസിൻ്റെ എമൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്തിട്ട് ബാക്കി വരുന്ന എമൗണ്ട് ഇങ്ങോട്ട് എടുത്ത് എഴുതുക. അതാണ് ഈ ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ ഈ പറയുന്നതൊക്കെ? അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ പറയാനുള്ളത്. അതായത് ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസും ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് കിട്ടുന്ന ഇൻകം അതുപോലെ തന്നെ ഗെയിൻസൊക്കെ. ഓപ്പണിംഗ് ബാലൻസ് മേ ബി തരാണ്ടിരിക്കാം. ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എന്ത് ചെയ്യുക, അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, ഓപ്പണിംഗ് ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് അത് എഴുതുക. ഇനി ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടില്ല, മേ ബി ഇൻഡയറക്റ്റ് ആയിട്ട് അവർ എന്ത് തരാം, റീറ്റെയിൻഡ് ഏണിങ്സ് തരാം. അപ്പോൾ റീറ്റെയിൻഡ് ഏണിങ്സ് അവർ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് എഴുതുക, റീറ്റെയിൻഡ് ഏണിങ്സിൻ്റെ ഓപ്പണിംഗ് എമൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടും ക്ലോസിംഗ് എമൗണ്ട് ക്ലോസിംഗ് ബാലൻസ് ആയിട്ടും എഴുതാം. ഓക്കെ, പിന്നെ ഡിവിഡൻറ്റ് റിസീവ്ഡ്, ഇൻകം ഫ്രം സബ്സിഡിയറി, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ഇൻകം ഫ്രം, അത്ര ഐറ്റംസ്. ഈ ഐറ്റംസ് ഒക്കെ നിങ്ങൾ കാണാണ്ട് പഠിക്കുക കേട്ടോ. പിന്നെ എക്സ്പെൻസ് അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, പ്രൊപ്പോസ്ഡ് ഡിവിഡൻറ്റ്. ഓക്കെ, പിന്നെ ഇതിൽ തരാത്ത 1-2 ഐറ്റംസ് ഞാൻ നിങ്ങളോട് അഡീഷണൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡിവിഡൻറ്റ് പെയ്ഡ് എന്താണ്, ഒരു എക്സ്പെൻസ് ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ടതാണ്, നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവുമായിരിക്കും. ഓക്കെ, പിന്നെ ജനറൽ റിസർവ്, ട്രാൻസ്ഫർ റിസർവ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് എന്തിൽ എഴുതേണ്ട, എക്സ്പെൻസ് ഓർ ലോസ് അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ടതാണ്. ഓക്കെ, ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. നോട്ട്സ് ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം, വേണ്ടവർ ചെക്കൗട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്കിനി ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഓക്കെ, ഞാനത് ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യാം. ഓക്കെ, നമ്മൾക്ക് സാധാരണ ഒരു അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കാൻ പറയുന്നത് മേ ബി ബാലൻസ് ഷീറ്റ് തന്നിട്ടായിരിക്കും. ബാലൻസ് ഷീറ്റ് തന്നിട്ടുള്ളത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം കൂടി അങ്ങ് ചെയ്യാം. ഇത് നമുക്ക് ജസ്റ്റ് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രം നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാം. ആ ഒരു പ്രോബ്ലമാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ നേരത്തെ നിങ്ങൾക്ക് ഐറ്റംസ് ഒക്കെ പറഞ്ഞു തന്നല്ലോ, അപ്പോൾ ആ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമുക്കൊരു അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രം. അപ്പോൾ ഈ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രം എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, നമുക്ക് കിട്ടുന്ന ഇൻകവും അതുപോലെ തന്നെ എക്സ്പെൻസും. ഓക്കെ, എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസും അതുപോലെ തന്നെ ഗെയിൻസും, അത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഐറ്റംസ് ഒക്കെ ഓർമ്മയുണ്ടോ, കാണാണ്ട് പഠിക്കുക കേട്ടോ. എനിവേ, നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2012 rupees 6,15,000. ഓക്കെ, അതായത് നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2012 rupees 6,50,000 എന്ന് പറയുമ്പോൾ എന്താണ്, ക്ലോസിങ് സ്റ്റോക്കാണ്. മാർച്ച് 31 എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡ് എന്ന് പറഞ്ഞാൽ March 31 അല്ലേ, അതാണ് ഇത്. ഓക്കെ, 6,50,000. അപ്പോൾ ഇവിടെ എന്ത് തന്നിട്ടില്ല, ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടില്ല. ഇറ്റ്സ് ഓക്കെ, ഉള്ളത് കൊണ്ട് ഓണം പോലെ. പിന്നെ ഗെയിൻ ഓൺ സെയിൽ ഓഫ് ബിൽഡിംഗ് rupees 35,600. ഓക്കെ, അതായത് ഒരു ബിൽഡിങ് വിറ്റപ്പോൾ നമുക്ക് കിട്ടിയ ഗെയിന്. ഓക്കെ, 35,600 രൂപ നമുക്കതൊന്ന് പ്രോഫിറ്റ് കിട്ടി, അതാ പറയുന്നത്. ഓക്കെ, പിന്നെ ഗുഡ് വിൽ അപ്പിയേഴ്സ് ഇൻ ദി ബുക്സ് ഓഫ് rupees 1,80,000 ഔട്ട് ഓഫ് ദാറ്റ് 10% ഹാസ് ബീൻ റിട്ടേൺ ഓഫ്. അതായത്
ഗുഡ് വില്ല് അപ്പിയേഴ്സ് ഇൻ ദി ബുക്സ് ഓഫ് റുപ്പീസ് 1,80,000 10% ആണ് ഗുഡ് വില്ല് റിട്ടേൺ ഓഫ് ചെയ്തിട്ടുള്ളത്. ഗുഡ് വിൽ എന്നൊക്കെ പറയുമ്പോൾ എന്താ, നമുക്കത് അപ്പോൾ കഴിഞ്ഞ ഫോർമാറ്റിൽ നമ്മൾ എവിടെയായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്? എക്സ്പെൻസിലായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. പിന്നെ ഓൾഡ് മെഷീനറി വേർത്ത് ₹8,000 ഹാസ് ബീൻ സോൾഡ് ഫോർ ₹6,500. അതായത് ഒരു പഴയ മെഷീനറിയുടെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് 8,000 രൂപയാണ്. അത് നമ്മൾ വിറ്റത് 6,500 രൂപയ്ക്കാണ്. അപ്പോൾ അതെന്തായിരിക്കും? ഫിറ്റാണോ ലോസ് ആണോ? 8,000 രൂപയുടെ സാധനം 6,500 രൂപയ്ക്ക് വിറ്റെന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് അതെന്താണ്? ലോസ് ആണ്. സോ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതണം. പിന്നെ 1,25,000 ഹാസ് ബീൻ ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്. ജനറൽ റിസർവ് ഞാൻ എവിടെ വരുന്ന പറഞ്ഞത്? ഡെബിറ്റ് സൈഡിൽ. ഓക്കെ. ഡിപ്രീസിയേഷൻ ഓഫ് ഫർണിച്ചർ 10%. ഫർണിച്ചർ കോസ്റ്റ് ഈസ് ₹6,15,000. അതായത് 6,50,000 രൂപ ചിലവുള്ള ഒരു ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ 10%. അതായത് 6,50,000 10%. ഡിപ്രീസിയേഷൻ എവിടെ എഴുതണ്ടേ? എക്സ്പെൻസിലാണ് എഴുതണ്ടേ. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അതായത് നമ്മൾ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഗെയിനും ലോസും എഴുതാനുള്ളതാണ്. ഓക്കെ. ഗെയിനും ലോസും എഴുതാനുള്ളതാണ്. അതായത് ഒരു ബിൽഡിങ് വിറ്റപ്പോൾ ഉണ്ടായ ഗെയിൻ എന്ന് പറയുന്നത് എത്രയാണ്? 35,600. ഇത് നമ്മൾ എവിടെ എഴുതണ്ടേ? ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. പിന്നെ ഗുഡ് വിൽ അപ്പിയേഴ്സ് ഇൻ ദി ബുക്സ് ഓഫ് ₹1,80,000 ഔട്ട് ഓഫ് 10% ഹാസ് ബീൻ റിട്ടേൺ ഓഫ്. ഗുഡ് വിൽ അപ്പിയേഴ്സ് അതായത് 1,80,000 രൂപയുടെ വിലയുള്ള ബുക്ക് അത്രയും ഇതിൻ്റെ റിട്ടേൺ ഓഫ് ഇതിൽ 10% ആണ് അതിൻ്റെ ഗുഡ് വില്ലായിട്ട് നമ്മൾ റിട്ടേൺ ഓഫ് ചെയ്തിട്ടുള്ളത് 1,80,000. അപ്പോൾ ഗുഡ് വിൽ എന്ന് പറയുമ്പോൾ എന്താ? അതൊരു എക്സ്പെൻസ് ആണ്, റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അത് നമ്മൾ എവിടെ എഴുതണ്ടേ? എക്സ്പെൻസ് സൈഡിൽ, അതായത് ഡെബിറ്റ് സൈഡിൽ. പിന്നെ ഓൾഡ് മെഷീനറി 8,000 രൂപയുടെ പഴയ മെഷീനറി നമ്മൾ വിറ്റത് 6,500 രൂപയ്ക്കാണ്. എക്സ്പെൻസ് ആണോ അതോ ലോസ് ആണോ അതോ പ്രോഫിറ്റ് ആണോ? ഓഫ് കോഴ്സ് അത് ലോസ് ആണ്. 8,000 രൂപയുടെ സാധനം 6,500 രൂപയ്ക്ക് വിറ്റു. പിന്നെ 1,25,000 ഹാസ് ബീൻ ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്. ജനറൽ റിസർവ് എവിടെയാണ് വരുന്നത്? ഡെബിറ്റ് സൈഡിലാണ്. പിന്നെ ഡിപ്രീസിയേഷൻ ഓഫ് ഫർണിച്ചർ 10% കോസ്റ്റ് ഈസ്. ഡിപ്രീസിയേഷനും ഈ പറഞ്ഞ ഗുഡ് വില്ലൊക്കെ ഡെബിറ്റ് സൈഡിൽ, അതായത് എക്സ്പെൻസിൻ്റെ ഐറ്റംസിൽ വരുന്നതാണ്. ഓക്കെ. അപ്പോൾ ഞാൻ തന്നിട്ടുള്ള ഫോർമാറ്റ് ലൈക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുള്ളവർക്ക് മനസ്സിലാവും കേട്ടോ. എനിവേ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇവിടെ പെർട്ടിക്കുലർ എഴുതുക, ഇവിടെ എമൗണ്ടുകളും പെർട്ടിക്കുലർ എമൗണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം. നെറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എൻഡഡ് 31st March. ഇത് ക്ലോസിങ് സ്റ്റോക്ക് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമുക്ക് ലാസ്റ്റ് എവിടെ എഴുതാം? നമുക്ക് എക്സ്പെൻസിൻ്റെ സൈഡിൽ എഴുതാം. അപ്പോൾ ആദ്യം നമുക്ക് എഴുതാം ഗെയിൻ ഓൺ സെയിൽ ഓഫ് ബിൽഡിങ് 35,600. ഗെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ എഴുതണം? ഇവിടെ എഴുതണം. അതായത് ക്രെഡിറ്റ് സൈഡിൽ ബൈ ഗെയിൻ ഓഫ് സെയിൽ ഓഫ് ബിൽഡിങ്. ഒരു ബിൽഡിങ് വിറ്റപ്പോൾ കിട്ടിയ നമുക്ക് ഗെയിൻ 35,600 രൂപ. പിന്നെ രണ്ടാമത് പറയുന്നതാണ് ഇത് ഗുഡ് വിൽ അപ്പിയേഴ്സ് ഇൻ ദി ബുക്സ് ഓഫ് ₹1,80,000 രൂപയുടെ 10% ആണ് ഗുഡ് വില്ല്. അപ്പോൾ ഗുഡ് വിൽ റിട്ടേൺ ഓഫ് 1,18,000 ഇൻറ്റു 10 ഡിവൈഡ് ബൈ 100 18,000 18,000 അതാണ് ഗുഡ് വില്ല്. ഗുഡ് വില്ല് ഡിപ്രീസിയേഷൻ ഒക്കെ എന്താണ്? എക്സ്പെൻസ് ആണ്. അതിലൊന്നും ഒരു ഡൗട്ടും ഇല്ല കേട്ടോ. പിന്നെ ഓൾഡ് മെഷീനറി വർത്ത് ₹8,000 ഹാസ് ബീൻ സോൾഡ് ഫോർ ₹6,500. അതായത് 8,000 രൂപയുടെ സാധനം 6,500 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറി. ഓക്കെ. 1,500. അതായത് ഇതും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ. പിന്നെ ജനറൽ റിസർവ് ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ്? അത് ഡെബിറ്റ് സൈഡിൽ വരുന്നതാണ്. ₹1,25,000 ഹാസ് ബീൻ ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്. ടു ജനറൽ റിസർവ് 1,25,000. പിന്നെ ഡിപ്രീസിയേഷൻ ഓഫ് ഫർണിച്ചർ 10% ഫർണിച്ചർ കോസ്റ്റ് ഈസ് ₹6,15,000. അതായത് 6,50,000 രൂപയുടെ വിലയുള്ള ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ 10%. അപ്പോൾ 6,50,000 10% 65,000. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. എത്രയാണ്? 6,50,000. അപ്പോൾ നമുക്ക് ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് 6,50,000 എഴുതാം. ഓക്കെ. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതും കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 8,95,900 കിട്ടും. 8,59,500. ഇത് കൂട്ടുക, ഇതും കൂട്ടുക. അപ്പോൾ ഓഫ് കോഴ്സ് ഇതായിരിക്കും കൂടുതൽ വരുന്നത്. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യുമ്പോൾ ഇതുള്ളത് 35,600 മാത്രം. കാരണം ഇവിടെ ഗെയിൻ വന്നിട്ടുള്ളത് എന്തിന് മാത്രം?
ഇതാ ഈ ഒരു ഐറ്റത്തിന് മാത്രമാണ് ഇവിടെ ഗെയിൻ കിട്ടുള്ളത്. ബാക്കി എല്ലാം എന്താണ് എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസ് ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ബാലൻസ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 8,23,900 കിട്ടി. അത് നമുക്ക് ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതാം. അത് നമുക്കിനി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് ഇവിടെ എഴുതാനുള്ളതാണ്, ഡെബിറ്റ് സൈഡിൽ എഴുതാനുള്ളതാണ്. ഓക്കെ, 8,23,900 ബാലൻസിങ് ഫിഗർ. ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ല. അതായത് എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസ് ഐറ്റംസ് ഒക്കെ ഇവിടെ എഴുതി, നമുക്ക് കിട്ടിയ ഇൻകം അല്ലെങ്കിൽ ഗെയിൻസ് ഇവിടെ എഴുതി. അപ്പോൾ എക്സ്പെൻസ് ആയിട്ടായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. എക്സ്പെൻസിൽ നിന്നും ഇൻകം മൈനസ് ചെയ്തപ്പോൾ കിട്ടിയ എമൗണ്ടാണിത്. അത് ഫണ്ട് ഫ്രം ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞിട്ട് എഴുതി. ഇനി നമുക്കിത് അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ അതുപോലെ തന്നെ ആ ഷെഡ്യൂൾ ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഒന്നും കൂടെ പറയണമെന്നുണ്ടെങ്കിൽ ഞാനതൊരു വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും പറയുക വേണമെന്നുണ്ടെങ്കിൽ. അതെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വെച്ചാൽ ഓക്കെ, അത് മതി, എനിക്കൊരു പ്രശ്നമില്ല. ഓക്കെ, പിന്നെ ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതായത് ഈ ഒരു ഫോർമാറ്റ്, അതായത് ഞാൻ നിങ്ങൾക്ക് തൊട്ട് മുന്നേ കാണിച്ചിരുന്ന ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ, അതായത് ഡെബിറ്റ് സൈഡിൽ എന്തൊക്കെയാണ് വരുന്നത്, അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെയാണ് വരുന്നത്, നിങ്ങൾ കാണാണ്ട് തന്നെ പഠിക്കുക. കാണാണ്ട് പഠിച്ചില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കിയെങ്കിലും വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും മേ ബി ക്വസ്റ്റ്യനിൽ തന്നേക്കാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഒരു 2 ബാലൻസ് ഷീറ്റ് തരും. 2 ബാലൻസ് ഷീറ്റ് തന്നിട്ട് പ്രിപ്പയർ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നായിരിക്കും തരിക. അപ്പോൾ അതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്നേക്കാം. അങ്ങനെ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യുക, ഓപ്പണിംഗ് ബാലൻസ് എഴുതുക, ക്ലോസിംഗ് ബാലൻസ് പിന്നെ എഴുതുക. ഓക്കെ, ഇനി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ റീറ്റെയിൻ ഏർണിങ്സ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ആയിട്ട് എഴുതുക. ഇനി അതും തന്നിട്ടില്ല എന്നത് നിങ്ങൾ എഴുതണ്ട. ഓക്കെ, പിന്നെ ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ടത് എന്താണ്? എക്സ്പെൻസ് ആണ്. ക്രെഡിറ്റിലാണ് ഇൻകം എഴുതേണ്ടത്. ഓക്കെ, എനിക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയാൻ പറ്റില്ല, അതാണ്. ഓക്കെ, താങ്ക് യു.